ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കാളന്തപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്കിന്നൊരു മഞ്ഞളിൻ്റെ അട തിന്നണമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നറിയാം, ഞാൻ നോക്കുമ്പോൾ ഈ ഇലയെല്ലാം ഉണങ്ങി പോകുന്നുണ്ട്. ഇതിനി ഉണങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഇലയിൽ പിന്നെ അത്ര പാങ്ങുണ്ടാവില്ല ചൂടാൻ. അതിൻ്റെ കരകളെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വേണം എനിക്കൊരു മഞ്ഞളിൻ്റെ അപ്പയിൽ അട ഇടണമെങ്കിൽ. അപ്പോൾ ഇപ്രാവശ്യം തന്നെ നമുക്കൊന്ന് ചുട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതാണ്. ഇപ്പോൾ തന്നെ അട ചൂടാന്ന് വിചാരിച്ച് നോക്കുമ്പോഴൊക്കെ വെല്ലവും ഇല്ല അവിടെ. എന്നാൽ വെല്ലവും ഇല്ല, എനിക്ക് അട ചൂടണം, വെല്ലം വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞാൽ ഏട്ടൻ അങ്ങനെ പെട്ടെന്നൊന്നും പോയിട്ട് വാങ്ങിക്കൊണ്ടിരില്ല. കൊണ്ടുവരും നാളെയോ മറ്റന്നായിട്ട്. അപ്പോഴൊക്കെ എനിക്ക് അട തിന്നേണ്ട മൂഡ് പോകും. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇന്ന് തന്നെ പഞ്ചസാര വെച്ച് നമുക്ക് അട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഇല പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ മഞ്ഞളിൻ്റെ പൂ കണ്ടില്ല എല്ലാവരും. അപ്പോൾ നമുക്ക് കുറച്ച് ഇലയിൽ നിന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം കണ്ടില്ല, എല്ലാം ഉണങ്ങി വരുന്നുണ്ട്. അന്നെല്ലാം നല്ല രസമുണ്ടായിരുന്നു ഇല കാണാൻ. ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. എന്നാലും ഞാനിതിൽ കുറച്ച് ഇല അരിഞ്ഞിട്ടെടുക്കുന്നു കേട്ടോ. അങ്ങനെ ഇലയെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നു ഞാൻ അടയും ഉണ്ടാക്കി വെച്ചു. ഒരു 3 അടകട്ടിന് പഞ്ചസാര ഇടാതെ വെച്ചു. 3 ഞാൻ പഞ്ചസാര ഇട്ടിട്ടും കൂടി വെച്ചു. അപ്പോൾ അങ്ങനെ ഈ അടയെല്ലാം ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അട ഒന്ന് ഉരിഞ്ഞ് വെച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് 3 ഞാൻ പഞ്ചസാര ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഉലിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രണ്ടും ഒരേ പൊണിക്കുമ്പോൾ മാറിപ്പോവില്ലേ, ഏട്ടൻ്റെ എൻ്റെത് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഉലിഞ്ഞ് വെച്ചതിന് ശേഷം ഏട്ടൻ്റെ അട എടുത്തിട്ട് വെക്കും. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം, പോന്നോളൂ. അപ്പോൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരി കണ്ടില്ല, നല്ല അട വരത്തേണ്ട ആ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ കുറച്ചും പഞ്ചസാരയും കുറച്ചും തേങ്ങയും കൂടി ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. ഇല കഴുകി അട വെള്ളം വരാൻ വേണ്ടി കുത്ത വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇരുന്നവരെ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇലയിൽ പരത്തിയെടുക്കണം. കുറച്ചും വലിയ ഉരുളകളാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും വലിയ ഉരുള, അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഇടയിൽ ചുടുമ്പോൾ ചെറിയ ഉരുള വെച്ചിട്ട് നേർത്തിയെടുക്കലാണ്. പക്ഷേ ഇത് ഞാൻ പിന്നെ കുറച്ചും കൂടുതലെടുത്തിട്ട് കുറച്ച് നീളത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്കിത്. ഇങ്ങനെ വിരൽ വെച്ച് നൈസായിട്ട് പരത്തിയെടുക്കണം. മറ്റേ ചായ ഉണ്ടല്ലോ ഭയങ്കര കട്ടി വരും. കട്ടി വന്നാൽ ഇതിന് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര കണ്ടിട്ട് ഇതിനെ പരത്തിയെടുക്കാൻ പറ്റുന്നു അത്ര കണ്ട് നൈസായി പരത്തിയെടുക്കാം. ഇത് അരി നല്ലോണം മുരിഞ്ഞെടുത്തത് കൊണ്ട് പരത്തുന്ന രീതിയിൽ പോകും കേട്ടോ. ഇത് ഇതിനൊട്ടും തരിതരിപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി പരത്തുമ്പോൾ പോകും അത്. അപ്പോൾ അങ്ങനെ പരത്തി 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 വലുതാക്കി എടുക്കണം നമുക്കിതിനെ. ഇത് കട്ടി കൂടുതലായാൽ നമുക്കത് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വെല്ലവും അല്ല ഇടുന്നത്, പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് നൈസിൽ പരത്തി പഞ്ചസാര ഇടുമ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. വെല്ലം വെച്ചുണ്ടാക്കുന്നതാണ് കുറച്ചും കട്ടിയായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മളെ മാവ് പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും പഞ്ചസാര ഒന്നിച്ച് കുഴച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ അത് നമ്മൾ ഉണ്ടല്ലോ മറ്റെല്ലാം പരത്തി വരുമ്പോഴേക്ക് പഞ്ചസാര കുഴച്ച് അത് വെള്ളമായി പോകുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് തേങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടുന്നത് എനിക്ക് നല്ല മധുരം വേണം. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഇറക്കി വെക്കാം. കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ അട റെഡി ആയത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ പരത്തിയും മടക്കിയിട്ടെല്ലാം വെച്ചിട്ട് വരാട്ടോ. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്ന് നറുക്കി കളയണം. ഒന്നും കൂടി പരത്തുന്ന കാണിക്കാം. കണ്ടില്ലേ, നൈസായിട്ട് പരത്തുമ്പോൾ നമ്മളെ വിരൽ വെച്ച് ഉന്തുമ്പോൾ മുകളിലോട്ട് പോകുന്ന കണ്ടില്ലേ. പരത്തിയെടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടാണ് കേട്ടോ. വലിയ കട്ടിയിലാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, പെട്ടെന്നായി കിട്ടും. നൈസിലാക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നു. അപ്പോൾ നമ്മളെ തേങ്ങയിലും ഇടാം, വെല്ലവും ഇടാം. അല്ല, വെല്ലം പൊട്ട്, സോറി, പഞ്ചസാര. ഒരു 3 ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ മൂടി മടക്കി വെക്കാം.
മടക്കി വെച്ചതിന് ശേഷം അടുത്തതും കൂടി പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ അടകളെല്ലാം മടക്കി വെച്ചു. അതിൻ്റെ സൈഡെല്ലാം മുറിച്ച് വെച്ചു. മുകളിൽ ഭാഗത്ത് 3 ഏട്ടനുള്ളത്, താഴെയുള്ളത് എൻ്റെത്. അപ്പോൾ ഇതൊന്ന് വേവിച്ച് വരാം. അതിന് അട അപ്പച്ചെമ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിത്. അട ഒന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അട കണ്ടുവല്ലോ എല്ലാവരും, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് ഉലിഞ്ഞെടുക്കാം. ഉലിഞ്ഞെടുത്ത അട കണ്ടുവല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം തോന്നുന്നില്ലേ? അപ്പോൾ ഉടനെ നിങ്ങൾ ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.